ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, ഗീതു നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? അപ്പം ഗീതു ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ പറയാണ്, എനിക്ക് ഈ ഡ്രസ്സൊന്നും മാറ്റിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഗോവിന്ദ് വന്ന് അവളുടെ അരികിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഗീതു ഒരു തെളിഞ്ഞ മുഖമേ അല്ല ഗീതുവിൻ്റെത്. ഗീതു അത്രയും സങ്കടത്തിലാണുള്ളത്. അപ്പോൾ ഗോവിന്ദ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഗീതു അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഒരു ആശ്വാസത്തിനെന്നോണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എനിക്കറിയാം നിൻ്റെ മനസ്സ്. സ്വന്തം അമ്മ മരണത്തെ മുഖാമുഖം കാണുന്ന ഈ ഒരു അവസരത്തിൽ നിനക്കെങ്ങനെ സന്തോഷിക്കാനാവും? ഗീതുവിന് എന്ത് തോന്നുന്നുള്ളൊരു പേടി കാരണമാണ് ഗോവിന്ദ് അവളുടെ തോളിൽ കൈവെക്കാൻ മടിച്ചു നിൽക്കുകയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് കൈ അവളുടെ തോളിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പം ഗീതു കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, നിൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. നീ മാത്രം പോയാലും ഇതേപോലെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടിരുന്നാൽ. ഗീതു ഗോവിന്ദിൻ്റെ തോളിൽ ചായഞ്ഞു കിടന്നുകൊണ്ട് പറയാണ്, കണ്ണ് നിറയാതെ ഞാൻ എങ്ങനെയാ കണ്ണേട്ടാ എൻ്റെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുന്നേ? എനിക്കൊന്നിനും പറ്റില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഏറ്റവും സുന്ദരിയായി ചിരിച്ച മുഖത്തോടെ നീ ഇറങ്ങണം. ആൻറ്റി പറഞ്ഞതുപോലെ ചടങ്ങ് കഴിയുന്നത് വരെ ആരും ഒന്നും അറിയരുത്. അതാണ് നിനക്കിപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. ഈ സങ്കടങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്ക്, എന്നിട്ട് വേഗം റെഡിയാവ്. അപ്പോഴും ഗീതുവിന് വലിയ കുലുക്കമൊന്നുമില്ല. അപ്പോൾ ഗോവിന്ദ് ഒന്നും കൂടെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂളായിട്ട് പറയാണ്, ഇന്നത്തെ ചടങ്ങിന് ധരിക്കാനുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് തരും, ഓക്കെ? അതൊന്നും ഗീതുവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഗോവിന്ദ് തന്നെ പോയിട്ട് ഡ്രോയറിൽ നിന്നൊരു സാരി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗീതു വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. ഗോവിന്ദ് അത് കൊണ്ടുവന്ന് അവളുടെ തോളിലിട്ടുകൊണ്ട് പറയുന്നുണ്ട്, മുഖം ഇങ്ങനെ കാർമേഘം പോലെ ആക്കാതെ ഒന്ന് ചിരിക്ക്, ഒന്ന് പ്രകാശം പരക്കട്ടെ. അപ്പോഴും ഗീതുവിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? സാരി ഇഷ്ടപ്പെട്ടില്ലേന്ന്? എങ്കിൽ അതിനെന്നെ രണ്ട് ചീത്തയെങ്കിലും പറ. ഈ ശോകം മൂടക്കൊന്ന് മാറട്ടെ. അപ്പോഴേക്കും ഗീതു ആ സാരി എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ഇഷ്ടപ്പെട്ടു. ഗീതുവിൻ്റെ ആ പെരുമാറ്റം ഗോവിന്ദിനും കുറച്ചൊരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗീതു ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. പ്രിയയെ നന്നായി ഒരുക്കിയിട്ടാണ് വിലാസിനി കണ്ണാടിക്ക് മുന്നിൽ ഇരുത്തിയിട്ടുള്ളത്. അവരുടെ കണ്ണ് നിറയാണ്. അപ്പം സ്വതസിദ്ധമായ ശൈലിയിൽ ഭദ്രൻ ചോദിക്കുന്നുണ്ട്, പ്രിയമോളെ എന്തിനാ വിലാസിനി ഇത്രയധികം സ്വർണ്ണം ഇട്ട് ഇരുത്തിയിരിക്കുന്നത്? സ്വർണത്തിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. ആണോ? കല്യാണത്തിന് ഇവളെ എങ്ങനെ ഒരുങ്ങിയോ അതുപോലെ വേണം ഇവളെ പ്രസവത്തിന് വിടാൻ. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ പോയി കാറ്ററിംഗുകാരോട് ഫുഡ് എപ്പോൾ വരും എന്ന് ചോദിക്ക്. ഭദ്രന് പക്ഷേ പോവാൻ മനസ്സില്ല. അയാളിങ്ങനെ ചിണുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും മുഴുവൻ ആഭരണങ്ങളും ഇട്ടിട്ട് വിടണോ? ഒന്നോ രണ്ടോ ആഭരണങ്ങൾ ഇട്ടിട്ട് ബാക്കി മുഴുവൻ ഇവിടെ കൂട്ടി വെച്ചാൽ പോരെ? പക്ഷെ വിലാസിനി അപ്പം തന്നെ പറയുന്നുണ്ട്, അയ്യടാ പോരാ, മോളത് മുഴുവൻ ഇട്ടേ പറ്റൂ. ഓ എന്നാ പിന്നെ ഇട്ട് കൊടുക്ക്. അപ്പോഴേക്കും വിനോദും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനോദും പറയുന്നുണ്ട്, ആഹാ സ്വർണ്ണക്കട മുഴുവൻ ഇവളുടെ ദേഹത്തുണ്ടല്ലോ. പോടാ. വിലാസിനി പറയുന്നുണ്ട്, അതെ ഗോവിന്ദ് നമുക്ക് തന്നതേ അവൻ്റെ നിധിയാ. ഇവളെന്നും നമുക്ക് നിധിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയയെ അവർ തലോടുകയാണ്. അതിനുശേഷം വേറൊരു ബോക്സ് തുറന്നപ്പോൾ അതിലുള്ള ഗോൾഡ് കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവർ അതിശയത്തോട് പറയാണ്, അല്ല ഇതിലുള്ള മാങ്ങാമാല കാണുന്നില്ല, അതെവിടെ? അപ്പോഴേക്കും ഭദ്രം പരുങ്ങുന്നുണ്ട്. അപ്പോൾ പ്രിയയും പറയുന്നുണ്ട്, മാങ്ങാമാല ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഞാൻ കുറച്ചു മുമ്പ് കൂടി കണ്ടതാ. അപ്പം ഭദ്രനെ ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. ഇത്രയും സ്വർണ്ണം ഇട്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാ മാങ്ങാമാല കൂടി? ഗർഭിണികൾ മാങ്ങാമാല ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് കടിച്ചു തിന്നാനാണോ? അയാൾ ഹാസ്യമൊക്കെ പറയാൻ നോക്കുകയാണ്. പക്ഷേ വിലാസിനിക്ക് ഭർത്താവിന് നല്ല സംശയം ഉണ്ടായിരുന്നു. അയാൾക്കത് മനസ്സിലായതുമാണ്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, ഇന്നലെ വൈകിട്ടാണല്ലോ സ്വർണ്ണം ലോക്കറിൽ നിന്ന് എടുത്തത്, അതിനിടെ അതെവിടെ പോവാനാ? അതെ ഭദ്രനും പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് ചോദിക്കുകയാണ്, അമ്മയെങ്ങാനും മുക്കിയോ? ഡാ. വിലാസിനി തിരിച്ചു പറയുന്നുണ്ട്. അപ്പം ഭദ്രൻ അതിൽ കയറി പിടിക്കുകയാണ്. നീ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുക്ക് വിലാസിനി, ഞാൻ നിനക്കൊരു മുത്തുമാല വാങ്ങിത്തരാം. അപ്പോഴേക്കും വിലാസിനി അയാളെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും അയാൾ വേഗം രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഞാൻ കാറ്ററിംഗുകാരെ ഒന്ന് കണ്ടിട്ട് വന്നേക്കാം. ഒന്ന് നിന്നെ എവിടെ? വിലാസിനി ദേഷ്യത്തോടെ വിളിക്കുകയാണ്. ഭദ്രൻ പേടിയോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിലാസിനി രണ്ടും കൽപ്പിച്ചിട്ടാണ്. അയാളുടെ മേലെ പോയിട്ട് നോക്കിയപ്പം അയാളുടെ മേത്തു നിന്ന് തന്നെ ആ മാങ്ങാമാല ഒളിച്ചു വെച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ ചമ്മലോടെ ചോദിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ എൻ്റെ പോക്കറ്റിൽ വന്ന്? വിനോദ് പറയുന്നുണ്ട്, അച്ഛൻ ഉരുണ്ട് കളിക്കണ്ട, അടിച്ചു മാറ്റിയിട്ട് നാടകം കളിക്കുന്നോ? എടാ അടിച്ചു മാറ്റിയെന്ന് ആരാ പറഞ്ഞത്? ഇത്രയും കാലം അറക്കല സ്വർണം നമ്മൾ സൂക്ഷിച്ചില്ലേ? അതിനുള്ള GST എടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി. ദേ ഈ മാലയാ GST എന്ന് പറഞ്ഞ് വീണ്ടും ആ മാല വാങ്ങിക്കാൻ പോകണം. അപ്പോഴേക്കും വിലാസിനി പറഞ്ഞിട്ട്, ദേ ഈ സ്വർണത്തിലെങ്ങാൻ തൊട്ടാലേ നിങ്ങൾ വിവരം അറിയും കേട്ടാ, ഒരു GST-കാരൻ. എന്നിട്ട് അതുകൂടി കൊണ്ടുവന്നിട്ട് പ്രിയക്കിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, കൊള്ളാം, ഇപ്പോഴേ എൻ്റെ മോള് ഏറ്റവും സുന്ദരിയായത്. അപ്പം പ്രിയ പുഞ്ചിരിച്ചിട്ട് അമ്മയെ നോക്കുന്ന സമയത്ത് വിലാസിനിയുടെ കണ്ണ് നിറയാണ്. പ്രിയക്ക് അപ്പോഴും ചെറുതായിട്ട് സംശയമുണ്ട്. അപ്പം വിലാസിനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ അമ്മക്കിനി നിന്നെ കാണാൻ കഴിയുമെന്ന് അറിയില്ല മോളെ. അവർ പ്രിയയുടെ നെറ്റിയിൽ ചുംബിക്കുകയാണ്. അപ്പം അവരുടെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, അമ്മ കരയാണോ? പെട്ടെന്ന് തന്നെ വിലാസിനി പറയാണ്, അത് സന്തോഷം കൊണ്ടാ മോളെ.
അപ്പോഴും പ്രിയക്ക് അമ്മയുടെ ആ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിലാസിനി വിനോദിനോട് പറയുന്നുണ്ട്, എടാ വിനോദേ, ഞാനും ഇവളും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്ക്. എന്നാ പിന്നെ ഞാനും ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രം പോവുകയാണ്. അപ്പോഴേക്കും വിലാസിനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഈ ഫോട്ടോയിൽ ഞാനും എൻ്റെ മോളും മാത്രം മതി. ഓ പിന്നെ ഒരമ്മയും മോളും, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും രണ്ടുപേരുടെ ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ വിനോദം എടുത്തു കൊടുക്കുകയാണ്. ആ ഇനി മൊബൈൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നീയും കൂടി വാ. അപ്പം അയാൾ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുകയാണ്. അപ്പം വിലാസിന് പറഞ്ഞു വാങ്ങിക്കേ. അങ്ങനെ താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ വാങ്ങിയിട്ട് ഭദ്രം ഫോട്ടോ എടുക്കാൻ വന്നതാ. അപ്പോഴും അയാൾ ചിന്തിക്കുന്നുണ്ട്, കൂടിയ വിലയുടെ ഫോണാ, അടിച്ചു മാറ്റി വിറ്റാ നല്ല കാശ് കിട്ടും. ഒന്ന് ഫോട്ടോ എടുക്ക് മനുഷ്യ, വിലാസിന് ദേഷ്യത്തോടെ പറയാണ്. അപ്പോഴാണ് അയാൾ ഓർത്തത് ഫോട്ടോ എടുക്കാനാണ് വന്നത് എന്ന്. അങ്ങനെ അയാൾ 3 പേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഫോട്ടോ നോക്കാൻ കൊടുത്തപ്പം വിലാസിനിയുടെ കണ്ണ് നിറയാണ്. അത് പ്രിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ വിലാസിനി പറയുന്നുണ്ട്, ഈ ഫോട്ടോ വലുതാക്കി ഫ്രെയിം ചെയ്ത് ഈ ഹാളിൽ വെക്കണം. ഹാളിൽ വെക്കാൻ എൻ്റെ വിലാസിനിയുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കടാ എന്ന് ഭദ്രം പറയുമ്പോഴേക്കും വിലാസിനി വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അയാളുടെ കൂടെ ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും. അത് മനസ്സിലായിട്ടെന്നോണം തന്നെ പ്രിയ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അച്ഛനോട് നീരസാണല്ലോ, ഇനി ഡിവോഴ്സ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ എന്തോ. ഭദ്രം ചെറുതായിട്ട് ഞെട്ടുകയാണ്. അങ്ങനെ പലഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് പ്രിയയുടെ 7ാം മാസത്തെ ചടങ്ങ് നടത്താൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അറക്കലിൽ നിന്നുള്ള കാറുകൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ്. സന്തോഷത്തോടു കൂടിയാണ് വിലാസിനിയും ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വിലാസിനിക്ക് ഒരു അധിക സന്തോഷമായിരുന്നു. അപ്പം കാറ് തുറന്ന് ഫസ്റ്റ് തന്നെ ഇറങ്ങിയത് ഗോവിന്ദാണ്. പിന്നാലെ ഗീതു ആണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് അവളുടെ അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഗീതു, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ, ദയവ് ചെയ്ത് അത് മറ്റുള്ളവരെ അറിയിക്കരുത്. അപ്പോഴേക്കും രാധികയും വരുണും രേഖയും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗീതു ആണെങ്കിൽ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ വിലാസിനി അവളെ വേഗം തന്നെ അടർത്തി മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ എല്ലാവരും കയറി വാ, വിനോദേ, ഭദ്രട്ട, എല്ലാവരും അകത്തേക്ക് ക്ഷണിക്ക്, രാധികാമ്മേ വരൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗീതുവിനെ വലിച്ചുകൊണ്ട് അവർ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഗീതുവിനോട് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പെരുമാറല്ലേ മോളേന്ന്. അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ ഭദ്രം പറയുന്നുണ്ട്, വിലാസിനിക്ക് ഗീതു എന്ന് വെച്ചാൽ ജീവനാ, കണ്ടില്ലേ രണ്ടുപേരും പോകുന്നത്. ആ മരുമോനെ കയറി വാ, രാധികാമ്മേ, വരുണേ, നിങ്ങളൊക്കെ എന്താ അവിടെ നിൽക്കുന്നത്, കയറി വാ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം പക്ഷെ ആരും താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അവസാനം രാധിക കണ്ണുകൊണ്ട് കാണിച്ചപ്പം വരുണും രേഖയൊക്കെ അകത്തേക്ക് കയറുകയാണ്. പക്ഷെ ഗോവിന്ദന് അപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. അവസാനം വരുണ് വിളിക്കുകയാണ്, ഗോവിന്ദേട്ടാ വാ, കയറി വാ. അപ്പം വരുണ് വിളിച്ചതുകൊണ്ട് മാത്രം ഗോവിന്ദ് അകത്തേക്ക് പോവാണ്. ഇതാരാ? പിന്നെ ശബ്ദം കേട്ടപ്പം ഭദ്രൻ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. സാക്ഷാൽ കാഞ്ചന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി വരികയാണ്. അപ്പം ഷിബുവേ, ഇതാരാടാ? അപ്പം ഷിബു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഈ VIP ആണ്, വെറുതെ ഇരിക്കും പെണ്ണ്, അതാണ് ഈ VIP. അയ്യോ, അറക്കലിൽ നിന്ന് പോന്നപ്പോൾ പകലായിരുന്നല്ലോ, ആരാ ഇപ്പൊ ഇരുട്ടടിച്ചാ? അപ്പൊ ഷിബു കളിയാക്കുന്നുണ്ട്, ആ കണ്ണാടി മാറ്റിയാ നല്ല പകൽ വെളിച്ചം കാണാം. ആ ഇപ്പൊ ഓക്കെ, കൂളിംഗ് ഗ്ലാസ് ഊരാണ്. അപ്പം ഭദ്രനും പറയുന്നുണ്ട്, ഓ അന്ത പെണ്ണാ ഇതെന്ത് കോമാളി വേഷ കാഞ്ചനെ? ഷിബു ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെറൈറ്റി ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാറ് തുറന്നിട്ട് ഒരു പൊതിയെടുത്തിട്ട് വരികയാണ്. ഷിബു അണ്ണാ, ഇതൊന്ന് അകത്തേക്ക് വെക്കാമോ? അപ്പം ഷിബു പറയുന്നുണ്ട്, എനിക്ക് കാറിൽ നിന്നും പലതും എടുത്ത് അകത്തേക്ക് വെക്കാനുണ്ട്, ഇതങ്ങ് ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം ഭദ്രം പറയുന്നുണ്ട്, പ്രിയമോൾക്കുള്ള ആഭരണങ്ങളാണെങ്കിൽ ഞാൻ പിടിച്ചോളാം, അതെല്ലാം രാധിക മാമിയുടെ കയ്യിൽ താൻ. കാഞ്ചന പറയാണ്, സംഗതി ഏറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രം പോവാണ്. അപ്പോൾ കാഞ്ചന ഷിബുവിനോട് പറയുന്നുണ്ട്, പ്രിയപ്പാപ്പയെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഗോവിന്ദ മാമയുടെ കാറില്ല, അപ്പോൾ ഇതൊന്ന് അലങ്കരിക്കണ്ടേ, ഒരു അലങ്കാര പണിയും വേണ്ടെന്നാ ഗോവിന്ദ് സാർ പറഞ്ഞത്. ഷിബു പറയുന്നുണ്ട്, മാമന് വേണ്ട, എനക്കാണോ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അകത്തേക്ക് പോവാണ്. ഡിക്കി തുറന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഷിബുവും ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ പെണ്ണിനെ പോലെ ആയിരുന്നു ശരിക്കും പ്രിയ വന്നിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഗോവിന്ദിൻ്റെ രാധികയുടെയൊക്കെ മനസ്സ് നിറയാണ്. രേഖയാണ് പ്രിയയെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ഗീതു പോയിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പം വിലാസിനി ശബ്ദം താഴ്ത്തി സ്വകാര്യത്തോടെ പറയാണ്, ഒരു കുഴപ്പവും ഈ ചടങ്ങ് കഴിയുന്നത് വരെ നടക്കില്ല, എൻ്റെ മോള് കാര്യമായിട്ടെല്ലാം നോക്കണം, പ്രിയ മോളെ നിറഞ്ഞ മനസ്സോടെ ഇവിടുന്ന് പറഞ്ഞു വിടണം, എല്ലാത്തിനും എൻ്റെ മോള് മുന്നിൽ നിൽക്കണം, അമ്മയുടെ കൂടെ ഞാനുണ്ട്. ഗീതു അവസാനം സമ്മതിക്കുകയാണ്. അവസാനം ഒരുക്കിയിരിക്കുന്ന ആ മണ്ഡപത്തിലേക്ക് വന്ന് പ്രിയ ഇരിക്കുകയാണ്. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെ പ്രിയ നോക്കുമ്പോൾ ഭദ്രം പറയുന്നുണ്ട്, ദേ ഒന്നിനും ഒരു കുറവുമില്ല, പ്രിയമോളെ കല്യാണത്തിന് എങ്ങനെ ഒരുക്കി വിട്ടോ അതുപോലെ തന്നെ എല്ലാ സ്വർണ്ണങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട്, അതിലൊരു പവൻ കൂടിയാലല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങൾക്കൊരു വളയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ തോന്നിയല്ലോ. അപ്പം ഭദ്രം പറയാ, അല്ല നിങ്ങളൊരു വളയിടുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും രേഖ സ്വർണ്ണം എടുത്തിട്ട് രാധികയുടെ കൈ കൊണ്ടുകൊടുക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പ്രിയമോളെ അറക്കിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യ ചടങ്ങ് നടക്കുകയാണ്, കണ്ണ ഗീതു നിങ്ങളും വരൂ. രാധിക അതിൽ നിന്നും വലിയൊരു വളയെടുത്തിട്ട് പ്രിയയുടെ കയ്യിലിട്ട് കൊടുക്കുകയും അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് സന്തോഷിക്കുകയാണ്. അപ്പോഴേക്കും ഭദ്രം വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഒന്ന് മാറിയേ, മരുമോനെ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട്
ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം വിലാസിനി ഗീതുവിനെ സംശയത്തോടെ നോക്കുകയാണ്, പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഭദ്രൻ പറയാണ്, അതെ, ഈ ചടങ്ങ് അടിപൊളിയായി നടത്താൻ വേണ്ടി കുറച്ച് കാശ് ഇറക്കേണ്ടി വന്നു, ഒന്ന് കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം. അത് കേട്ടപ്പോൾ വിലാസിനിക്ക് ദേഷ്യം വരികയാണ്. അപ്പം വിലാസിനി ദേഷ്യത്തോടെ വന്നിട്ട് ഭദ്രനോട് പറയാണ്, അതെ, ഭാര്യയെ പ്രസവത്തിന് വിടുമ്പോഴുള്ള ചെലവുകളൊക്കെ നോക്കേണ്ടത് ഭർത്താവാ. അതിനുശേഷം ഗോവിന്ദനോട് പറയാണ്, മോനെ, പറ്റുമെങ്കിൽ വിനോദിന് കുറച്ച് ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുക്ക്, എന്നിട്ട് മാസാമാസം ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചോ. അതിന്റെ ആവശ്യമില്ലടി, പെങ്ങടെ ഒരു ചടങ്ങിന് എത്ര കാശായാലും അതൊക്കെ ഗോവിന്ദ് മോൻ കാശായിട്ട് തരും, അല്ലേ മോനെ? അപ്പൊ വിലാസിനി ദേഷ്യത്തോടെ പറയാണ്, അത് വേണ്ട, വിനോദിന്റെ ഭാര്യയെ പ്രസവത്തിന് അയക്കുന്ന ചെലവ് അവൻ വഹിക്കണം. ഇനി ഗോവിന്ദിന്റെ ഭാര്യയെ, നമ്മുടെ മോള്, അതാ ഞാൻ പറഞ്ഞത്, ഗോവിന്ദിന്റെ ഭാര്യയെ പ്രസവത്തിന് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ ഗോവിന്ദ് ചെലവാക്കണം. അതാ നാട്ടുരീതി. അത് കേട്ടപ്പോൾ ഗോവിന്ദിന് ആകെ ഒരു ചമ്മലുള്ള ചിരി വരികയാണ്. ഗീതുവിനെ നോക്കുന്ന സമയത്ത് ഗീതുവിന്റെ മുഖത്തും അതേ പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെ രേഖ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഈ ഒരു മൂഡിലാണ് പോകുന്നതെങ്കിൽ പ്രിയ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഗീതുവിനെ പ്രസവത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അത് കേട്ടപ്പോൾ ഗോവിന്ദനും ചമ്മലുണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഗീതുവിനും. അപ്പം വിലാസിനി പറയാണ്, രേഖ മോളുടെ നാവ് പൊന്നാവട്ടെ. അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് പറയാണ്, ഗീതു പാപ്പയെ കാണാതെ മാമനെ അവിടെ നിൽക്കാനാവില്ല, അതുകൊണ്ട് പാപ്പയെ പ്രസവത്തിന് ഇങ്ങോട്ടേക്ക് അയക്കില്ല, ഇവിടുത്തെ എല്ലാവരും അറക്കലേക്ക് വരേണ്ടി വരും. അപ്പൊ വിലാസിനി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പൊ രാധിക പിന്നീന്ന് വിളിക്കുന്നുണ്ട്, കാഞ്ചന, ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാമി? അറക്കല് തന്നെ 2 പ്രസവവും നടക്കും. കാഞ്ചന വിടുവായുത്തം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഗീതുവിനെ നാണാവുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ഗോവിന്ദിനെ നോക്കും, ഗോവിന്ദു നാണത്തോടെ തലതാഴ്ത്തുകയാണ്. അപ്പൊ രാധിക വിചാരിക്കുന്നത്, ഇതുവരെ ഇവളെന്താ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാത്തത്? അപ്പോഴേക്കും പ്രിയ വന്നിട്ട് എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോവാണ്. എന്താ ഇവിടെ ഇനിയും ചടങ്ങുകളുള്ളതാ, വാ. അപ്പം ഗോവിന്ദു വേഗം, ഇനിയും ചടങ്ങുകളുള്ളതാ, വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂട്ടി അകത്തേക്ക് പോവാണ്. ധ്യാനും രഞ്ജുവും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ധ്യാൻ പുഞ്ചിരിച്ചോണ്ട് നോക്കുന്ന സമയത്തൊക്കെ രഞ്ജു അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ആരെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ മൂഡ് ഓഫ് ആണ്. പക്ഷെ ധ്യാനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവൾ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ രഞ്ജു ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ധ്യാൻ ചോദിക്കുന്നുണ്ട്, അവിടേക്ക് ചെല്ലണം എന്നല്ലേ ഇത്ര നിർബന്ധം? ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ, രഞ്ജു പറയാണ്. അപ്പം ധ്യാൻ ചോദിക്കുന്നുണ്ട്, ഗീതുവിന്റെ തറവാട് വീട് തനിക്ക് അറിയില്ലേ? എനിക്കറിയാം, ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പം ധ്യാൻ പറയുന്നുണ്ട്, തനിക്ക് അവിടെ ചെല്ലണം എന്നുള്ളത് അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ രഞ്ജു സന്തോഷത്തോട് ചോദിക്കുകയാണ്, ധ്യാനിന് അത് ബുദ്ധിമുട്ടാവില്ലേ? നിനക്ക് വേണ്ടി എത്ര വലിയ ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാ. താൻ വഴി പറഞ്ഞു തന്നാ മതി, അവിടെ എത്തിയിട്ട് ഗീതുവിനെ വിളിച്ചാ പോരെ? എങ്കിൽ ഞാൻ പറയുന്ന വഴി കൂടെ ധ്യാൻ വിട്ടോ. ഓ ഷുവർ. അങ്ങനെ അവർ ഗീതുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം പ്രിയക്ക് ഓരോരുത്തരും മധുരം കൊടുക്കുന്നതും മഞ്ഞൾ തേക്കുന്നതുമായിട്ടുള്ള ചടങ്ങായിരുന്നു. അപ്പം രാധികാമ്മയും പിന്നാലെ ഗോവിന്ദും അത് കഴിഞ്ഞ് ഗീതുവും ഒക്കെ ചെയ്യുന്നത് വിലാസിന് കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ടു നിൽക്കുകയാണ്. ഗീതുവും കുറേയൊക്കെ അമ്മയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നുണ്ടായിരുന്നു. കലർപ്പില്ലാത്ത രീതിയിൽ ചിരിക്കുകയും അവരെയൊക്കെ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വിലാസിനിയുടെ മനസ്സ് നിറയാണ്. ഗീതു കൊടുത്തതിന് ശേഷം അവൾ വിലാസിനിയെ ക്ഷണിക്കുകയാണ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വിലാസിനി വന്ന് പ്രിയക്ക് മധുരം കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് മഞ്ഞളുടെ എടുത്ത് അവളുടെ മുഖത്ത് തേക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.